പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 2026 ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ്. VEO എക്സാം, ബെവ്കോ, അതേപോലെ തന്നെ LPUP, അങ്ങനെ CPO, WCPO, നിരവധി പരീക്ഷകളാണ് വരാനുള്ളത്. നമ്മൾ ജോഗ്രഫിയിലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ മാത്രം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ്. 5000-ഓളം ഫാക്റ്റുകളാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിലൂടെ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഇതിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിമാലയത്തിനെ അതിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാൻ കഴിയും. ഒന്ന്, ഹിമാദ്രി എന്ന് നമുക്ക് തരംതിരിക്കാം, അല്ലെ? ഹിമാദ്രിയെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്രേറ്റർ, അല്ലെ? ഗ്രേറ്റർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഹിമാലയ. അതേപോലെ രണ്ടാമത് ഹിമാചൽ. ഹിമാചലിനെ നമ്മൾ ലെസ്സർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സിവാലിക്കിനെ ഔട്ടർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് ഹിമാലയത്തെ ഭൂപ്രകൃതി അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഹിമാദ്രിയുടെ തെക്കായിട്ടാണ് ഹിമാചൽ ഉള്ളത്. ഹിമാദ്രിയുടെ തെക്കായിട്ടാണ് എന്തുള്ളത്? തെക്കായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചൽ ആണ് എന്ന് ഓർമ്മിച്ചോണം. ലെസ്സർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഹിമാലയ മലനിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറഞ്ഞത്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം എന്ന് ചോദിച്ചാലും നമ്മൾ സിവാലിക്കാണ് ഉത്തരം പറയേണ്ടത്. ഏറ്റവും പുറമെയുള്ള ഭാഗം എന്ന് ചോദിച്ചാലും സിവാലിക്കാണ് ഉത്തരമായിട്ട് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ പറയുമ്പോൾ അതിനെ വരുത്തണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് അടുത്ത സെഗ്മെന്റ് തയ്യാറാക്കുന്നതാണ്. ഗംഗാനദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ഇത് 2010 ഒരു LGS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന LD പരീക്ഷകളിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഗംഗാനദിയെ ബംഗ്ലാദേശിൽ പറയപ്പെടുന്ന പേര് പത്മ എന്നാണ്. മറന്നുപോകരുത്. ഗംഗാനദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര, ഓക്കെ, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ അവിടെ ജമുന എന്നാണ് കേട്ടോ. ബ്രഹ്മപുത്രയും ഗംഗയാണ് പത്മ എന്ന് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഇത് ഒരുമിച്ച് ചേർന്ന് ഒഴുകുമ്പോൾ ആ നദി അറിയപ്പെടുന്ന പേര് മേഘ്ന എന്നാണ്. ഓക്കെ, ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് എന്തോന്ന്? ജമുന. ഓക്കെ, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയാമോ? സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ PSC നിരവധി തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസിൻഡ്രം എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇത് LDC 2003 പാലക്കാട് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ഒരു 4 പരീക്ഷകളിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൗസിൻഡ്രം. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, മേഘാലയയാണ്. ഓക്കെ, ഈ മൗസിൻഡ്രം അല്ലെങ്കിൽ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് പറഞ്ഞാൽ ഖാസി എന്ന് പറയുന്ന പേരുള്ള ഖാസി കുന്നുകളിലാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശമായി എന്ത് മാറിയിട്ടുണ്ട്? ചിറാപുഞ്ചി. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, 1-ാം സ്ഥാനത്തായിരുന്നു ചിറാപുഞ്ചി. ഇപ്പൊ 2-ാം സ്ഥാനത്തേക്ക് മാറി. ഗാരോ. അപ്പം ഗാസി എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്, അതുപോലെ തന്നെ ഗാരോ എന്ന് പറഞ്ഞൊരു കുന്നുണ്ട്, ജയന്തിയ എന്ന് പേരുള്ള മറ്റൊരു കുന്നുണ്ട്. ഈ കുന്നുകളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? മേഘാലയയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസി കുന്നുകളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സൊഹ്റ. മറക്കരുതേ, ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ്? സൊഹ്റ എന്നാണ്. ഇനി ഇതെല്ലാ കുന്നുകളും ഈ പറഞ്ഞ ഖാസി, ഗാരോ, ജയന്തിയ, ഈ കുന്നുകളെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? മേഘാലയയിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്ന പേര് എന്താണ്? ഇതും PSC ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇതിനകത്തെല്ലാം PSC ചോദിച്ചതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൊങ്കൺ തീരമുണ്ട്, മലബാർ തീരമുണ്ട്, കോറമണ്ടൽ തീരമുണ്ട്. ഇതൊന്നും അല്ലാന്നുണ്ട്. ഏതാണ് ഉത്തരം? കോറമണ്ടൽ തീരമാണ്. ഓക്കെ,
തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന പ്രദേശമാണ് കോറമണ്ടൽ തീരം. അപ്പൊ ഈ കോറമണ്ടൽ തീരം എന്ന് പറയുന്നത് തമിഴ്നാട്, ഓക്കെ, തമിഴ്നാട്, അതേപോലെ തന്നെ ആന്ധ്ര. അപ്പം ആന്ധ്രയും തമിഴ്നാടിന്റെയും തെക്കൻ, അപ്പൊ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും കൂടി ഉൾപ്പെടുന്നതാണ് ഈ കോറമണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, കോറമണ്ടൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശം ആണ് ഫാൾസ് ഡെവി പോയിന്റ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഫാൾസ് ഡെവി പോയിന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫാൾസ് ഡെവി പോയിന്റ്. കോറമണ്ടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മണ്ണിന്റെ പേരാണ് എക്കൽ മണ്ണ് എന്ന് പറയും. ഇനി കൃഷ്ണ, കാവേരി, എന്താണ്? കൃഷ്ണ, അതേപോലെ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്ന പേരാണ് കോറമണ്ടൽ തീരം. അപ്പൊ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്ന തീരപ്രദേശമാണ് ഏത്? കോറമണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നത്. കോറമണ്ടൽ തീരസമതലം ആന്ധ്രാപ്രദേശിൽ അവസാനിക്കുന്ന പ്രദേശമാണ് ഫാൾസ് ഡെവി എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള മണ്ണ് ഏതാണ്? ഏക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ്. കൃഷ്ണ, കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്ന പേരാണ് കോറമണ്ടൽ തീരം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉത്തരം പറയേണ്ടത് ഗോദാവരി എന്നാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇനി ഡെക്കാൻ എന്ന് പറയുന്ന പീഠഭൂമിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാന്ന് ചോദിച്ചാലും അത് ഏതാണ്? ഗോദാവരിയാണ്. ഇനി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരി നമ്മൾ ടോപ്പിക് എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്? അത് നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് എന്ത് ഉദ്ഭവിക്കുന്നത്? ഗോദാവരി ഉദ്ഭവിക്കുന്നത്. ഇതെവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ പറയണം, ഇത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ഈ ഗോദാവരി എന്ന് പറയുന്ന നദിയുടെ പോഷക നദികൾ നന്നായിട്ട് പഠിക്കണേ. പൂർണ്ണ, അതേപോലെ തന്നെ ഇന്ദ്രാവതി, ഓക്കെ, മഞ്ചീര, അടുത്തത് ശബരി, പ്രാൺഹിത. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗോദാവരിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ, നാസിക് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് നാസിക്. അതേപോലെ തന്നെ നിസാമാബാദ്, ഇതൊക്കെയാണ് ഈ ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ഇത് നന്നായിട്ട് നോക്കണം. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതും ഗോദാവരിയാണ്. അതേപോലെ തന്നെ ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം നാസിക്കിലെ ത്രയംബകാണ്. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പൂർണ്ണ, ഇന്ദ്രവതി, മഞ്ചീര, അതേപോലെ തന്നെ ശബരി, പ്രാൺഹിത. ഇതൊക്കെയാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗോദാവരി നദിയുടെ അടുത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക്കും നിസാമാബാദും ആണ്. ഓർത്തു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് 2014 മുതൽ നടന്ന പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഒരു 3 പരീക്ഷകളിൽ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് 2014 WCPO പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്. ഹിമാലയത്തിന്റെയും സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പർവ്വതനിര കൂടിയാണ് ഈ പാമീർ. ഹിമാലയത്തിനെയും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും, സെൻട്രൽ ഏഷ്യ, ഓക്കെ, ഏഷ്യയിലെ മധ്യഭാഗം എന്ന അർത്ഥത്തിലാണ് സെൻട്രൽ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ പാമീർ എന്ന് പറയുന്ന ഒരു പർവ്വതനിരയാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന വേറെ പർവ്വതങ്ങളുണ്ട്. പാമീറിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് പോകുന്നത് അതിലൊന്നാണ് ഹിന്ദുക്കുഷ്, ഓക്കെ, ഹിന്ദുക്കുഷ്, അതേപോലെ സുലൈമാൻ, അതേപോലെ ടിയാൻഷാൻ, അതേപോലെ കുൻലുൻ, അതേപോലെ കാരക്കോറം. ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതായത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീറാണ്. പാമീറിനെയാണ്
പാമീറാണ് ഹിമാലയത്തിനെയും സെൻട്രൽ ഏഷ്യയിലുള്ള പർവ്വത നിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഈ പാമീർ പിന്നീട് തിരിഞ്ഞ് എന്തൊക്കെയായി മാറുന്നുണ്ട്? വിഭിന്ന ദിശകളിലേക്ക് തിരിഞ്ഞു പോകുന്ന പർവ്വത നിരകളാവുന്നുണ്ട്. ഹിന്ദുകുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, അതേപോലെ തന്നെ കാരക്കോറം. ഓക്കെ, അതൊന്ന് നന്നായിട്ട് നോക്കി വെക്കണം. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? വർഷം പറയണില്ല, കുറേ വർഷങ്ങളിലൂടെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് ആവർത്തന ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കൂടിയാണ് ഈ മൗണ്ട് K2 എന്ന് പറയുന്നത് കേട്ടോ. മൗണ്ട് K2 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കൂടിയാണ്. കാരക്കോറം പർവ്വത നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് ഈ ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു മൗണ്ട് K2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. പാകിസ്ഥാനിലാണ് കേട്ടോ, പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് K2വിന്റെ ഉയരം 8611 മീറ്റർ ആണ്. 8611 മീറ്റർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് കാവേരി എന്നാണ്. ഓക്കെ, ഇതേപോലെ PSC കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലൊരു ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന വൃദ്ധഗംഗ നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, എന്നറിയപ്പെടുന്ന ഏതാണ്? ഗോദാവരിയാണ് അല്ലെ, ഗോദാവരി. അതേപോലെ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് ഏതെന്നറിയാമോ? തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് അതാണ് കൃഷ്ണയാണ് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പാതാള ഗംഗ എന്നറിയപ്പെടുന്നത് ഏതെന്നറിയാമോ? അതും കൃഷ്ണ തന്നെയാണ്, പാതാള ഗംഗ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അർത്ഥഗംഗ എന്നറിയപ്പെടുന്നത് ഏതെന്നറിയാമോ? കൃഷ്ണ നദിയാണ് അർത്ഥഗംഗ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതെന്നറിയാമോ? അത് കൃഷ്ണ അല്ല, അത് കാവേരിയാണ് കേട്ടോ. അതുപോലെ തന്നെ മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതെന്നറിയാമോ? അത് ബേദ്വ നദിയാണ് കേട്ടോ, ബേദ്വ നദി. ഇതെല്ലാം ഓർമ്മിച്ച് വെക്കണം. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത് കാവേരിയാണ്. ഓക്കെ, ദക്ഷിണ ഗംഗ കാവേരിയാണെങ്കിൽ വൃദ്ധഗംഗ ഗോദാവരിയാണ്, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർത്ഥഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണയാണ്, ദക്ഷിണ ഗംഗയാണ് കാവേരി, മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ബേദ്വയാണ്. 2017 നടന്ന കമ്പനി ബോർഡ് LGS കമ്പനി ബോർഡ് കോർപ്പറേഷൻ 2 പരീക്ഷകളിലും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് നേപ്പാളിലാണ്. ഈ എവറസ്റ്റ് നേപ്പാളിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സാഗർ മാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് ചോമോ ലുങ്മ എന്നാണ്, ചോമോ ലുങ്മ എന്നാണ് അറിയപ്പെടുക. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം, കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. അപ്പോ നന്ദാദേവി കൊടുമുടി എവിടെയാണെന്ന് ചോദിച്ചാലോ, നന്ദാദേവി കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ഉള്ളത്. അപ്പോ ഈ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്, മറന്നു പോകരുത്. നേപ്പാളിൽ എവറസ്റ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സാഗർ മാത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താ? ചോമോ ലുങ്മ എന്ന പേരിലാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിക്കിമിലാണ്. നന്ദാദേവി എന്ന് പറയുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്, ഉത്തരാഖണ്ഡ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയണം, അത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റിന് വേറെയും പേരുകളുണ്ട്. എന്താണ്? പാഴ്സൺസ്. എന്താണ്? പാഴ്സൺസ് പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പിഗ്മാലിയൻ പോയിന്റ് എന്നറിയപ്പെടുന്നു. അത് ഗ്രേറ്റ് നിക്കോബാർ ആണ് കേട്ടോ. അപ്പം അതുപോലെ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇതേപോലെ ഒരു പേരാണ്. എന്താണത്? ഇന്ദിരാകോൾ എന്നറിയപ്പെടുന്നത് വടക്കേ അറ്റമാണ് ഇന്ദിരാകോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്ന പേരാണ് കിബിത്തു എന്ന പേരിൽ. അരുണാചൽ പ്രദേശിലാണ് ഇതുള്ളത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? ഗുഹാർ മോത്തി എന്നാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ
ഗുഹാർമോത്തി, അതുകൊണ്ട് ഗുജറാത്തിൽ തന്നെയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ചോദിച്ചാൽ പറയണം അത് കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. കുറേ പോയിന്റുകൾ പറഞ്ഞു. ഇതെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്ന പേര് ഇന്ദിരാ പോയിന്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ദിരാ പോയിന്റ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പാഴ്സൺസ് പോയിന്റ്, ഇത് ഓർത്തു വെക്കണം, പാഴ്സൺസ് പോയിന്റ്. അതേപോലെ തന്നെ പിഗ്മാലിയൻ പോയിന്റ്. ഇന്ദിരാ കോൾ എന്തായിരുന്നു? ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ വടക്കേയറ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദിരാ കോള്. എന്താണ് കിബിത്തു? കിബിത്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർമോത്തി, അത് ഗുജറാത്തിലാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ചോദിച്ചാൽ അത് ഉത്തരം പറയേണ്ടത് അത് തമിഴ്നാട്ടിലുള്ള കന്യാകുമാരി ആണ് എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഇനി കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ, സിക്കിം, മേഘാലയ, ഹിമാചൽ പ്രദേശ് കൊടുത്തിട്ടുണ്ട്. കുളു താഴ്വര എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് അത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ടത് കുളു മാത്രമാണോ? അല്ല. കുളു, അതേപോലെ ഷിംല, അതേപോലെ തന്നെ ഡൽഹൌസി, അതേപോലെ മണാലി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ ഈ ടൂർ പാക്കേജിലൊക്കെ പറയാറുള്ളതാണ്. കുളു, ഷിംല, ഡൽഹൌസി, അതേപോലെ തന്നെ മണാലി, ഇതെല്ലാം സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഈ കുളുവിനെ നമ്മളൊരു പേര് പറയും ദൈവങ്ങളുടെ താഴ്വര. എന്താണ്? ദൈവങ്ങളുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. ഈ കുളുവിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, പഠിച്ചോണം. ബിയാസ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, അത് കുളുവിലൂടെ ഒഴുകുന്ന നദിയാണ്. ഹിമാചൽ പ്രദേശില് രണ്ട് പ്രധാനപ്പെട്ട ചുരങ്ങളുണ്ട്. അതിലൊന്നാണ് ഷിപ്കില ചുരം, അതുപോലെ തന്നെ രോഹ്തങ് ചുരം, തങ് ചുരം. ഈ രണ്ട് ചുരങ്ങളും എവിടെയാണുള്ളത് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ രണ്ട് ചുരങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമദാതാവായ മനു, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ പറയണം മണാലി. അപ്പോൾ മണാലി, കുളു, ഡൽഹൌസി, ഷിംല ഇതെല്ലാം ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ മനുസ്മൃതി നമുക്ക് കേട്ടിട്ടുണ്ട്. മനു, അത് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? മണാലി. അപ്പോൾ ദൈവത്തിന്റെ താഴ്വര എന്നല്ലെങ്കിൽ ദൈവങ്ങളുടെ താഴ്വര എന്നാണ് കുളു അറിയപ്പെടുന്നത്. അതിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് എന്ന് പറയുന്ന നദി. ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഷിപ്കില, അതുപോലെ തന്നെ രോഹ്തങ് ചുരം. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റുകളായി രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ എന്ത് പറയുന്നോ ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ മാത്രമാണ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള സെഗ്മെന്റുകൾ വീണ്ടും ഉൾപ്പെടുത്തും. 2026 പരീക്ഷ എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അതും റെഗുലറായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അവിടെ ഒരു ടോപ്പിക് എടുത്ത് അതിനെ വിശദീകരിക്കുകയാണ്, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.